കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആർച്ച് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ആർച്ച് എന്താണ് പറഞ്ഞ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞ്? എന്താ? അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ തന്നെ എന്ത് പറയാം? ഒരു സ്പാനിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള സ്പേസിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ല, ഒരു സ്ട്രക്ചറിലാണ് എന്ത്? ഒരു സ്ട്രക്ചറാണ് ആർച്ച്. ആർച്ച് കാണിച്ചു തന്നു. ആർച്ചിൻ്റെ ഒരു എലവേഷനാണ് കാണിച്ചു തന്നെ. അതിൽ പാർട്സുകൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് വരുന്നത്? സ്പാൻ പറഞ്ഞു. അതുപോലെ അബട്ട്മെൻറ്റിന് തൊട്ട് മുകളിലായിട്ട് സ്ക്യൂ ബാക്ക് ഉണ്ട്. സ്ക്യൂ ബാക്കാണ് ആർച്ചിൻ്റെ ലോവർ പോർഷനെ റിസീവ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഹൗച്ച് പറഞ്ഞു. ആർച്ചിൻ്റെ ലോവറായിട്ടുള്ള പോർഷനാണ് ഹൗച്ച് എന്ന് പറയുക. അതുപോലെ എന്താണ് വൗസോയർ? വൗസോയർ എന്താണ്? വെഡ്ജ് ഷേപ്പിൽ വെച്ചിട്ടുള്ള, അതായത് വെഡ്ജ് ഷേപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിനെയാണ്, കുറേ യൂണിറ്റ്സുകൾ വെച്ചിട്ടുണ്ടല്ലോ വെഡ്ജ് ഷേപ്പിൽ. അപ്പോൾ അങ്ങനെ കർവ് ആവാനായിട്ട് വെഡ്ജ് ഷേപ്പിൽ വെച്ചിട്ടുള്ള യൂണിറ്റ്സിനെയാണ് വൗസോയർ എന്ന് പറയുക. അതുപോലെ കീ എന്താണ്? കീ വെഡ്ജ് ഷേപ്പിലുള്ള ഏറ്റവും ടോപ്പിൽ, അതായത് ആർച്ചിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വയ്ക്കുന്ന കീ ആണ് എന്ത്? അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് എന്ത്? കീ സ്റ്റോൺ എന്ന് പറയുന്ന കീ. അതുപോലെ കീയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് എന്ത്? ക്രൗൺ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് എക്സ്ട്രഡോസ്? എന്താണ് എക്സ്ട്രഡോസ്? മറന്നോ? ഇന്നലെ എടുത്തതാണ്. എന്താണ് എക്സ്ട്രഡോസ്? എന്താ പറയാ? ഔട്ടർ സൈഡ് എന്നല്ല പറയാ, ഔട്ടർ കർവ് കേട്ടോ. കർവ് പൊസിഷൻ ആണ്. ഔട്ടർ കർവിനാണ് എക്സ്ട്രഡോസ് എന്ന് പറയാ. ഇൻട്രഡോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്നർ കർവ്. അതുപോലെ സ്പാൻഡ്രിൽ എന്താണ്? സ്പാൻഡ്രിൽ ക്രൗണിലേക്ക് വരയ്ക്കുന്ന, അതായത് ക്രൗണിൽ വരുന്ന ഹൊറിസോണ്ടൽ ലൈനും എക്സ്ട്രഡോസും കൂടി മേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കുലർ പോർഷൻ വരുന്നു. അതിനെയാണ് സ്പാൻഡ്രിൽ എന്ന് പറയുക. ഏതാണ്? ഇതേ ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ, എക്സ്ട്രഡോസിൻ്റെ ലൈൻസ് ഇതാണ്. ഇത് മേക്ക് ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കിളായിട്ട് വരുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പാൻഡ്രിൽ എന്ന് പറയാം. പിന്നെന്താണ് സ്പ്രിംഗിങ് ലൈൻ? എന്താണ്? രണ്ട് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അബട്ട്മെൻറ്റുകളുടെ ടോപ്പിൽ വരയ്ക്കുന്ന ലൈൻ, അതായത് ടോപ്പ് പൊസിഷൻസ് ലായിട്ട് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഒരു ഇമാജിനറി ലൈനാണ് എന്ത്? സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. ആ സ്പ്രിംഗിങ് ലൈനിൽ നിന്ന് ഇൻട്രഡോസിൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റൈസ് എന്ന് പറയുന്നത്. സ്പ്രിംഗിങ് ലൈനിൽ നിന്ന് ഇൻട്രഡോസിൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് വരെയുള്ള ഹൈറ്റിനെയാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈസ് എന്ന് പറയാം. ഓക്കെ, അതെന്തൊക്കെയാണ്? ഇൻട്രഡോസ് പറഞ്ഞു. ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച്. സോഫിറ്റ് എന്താ? ഇതിൽ സോഫിറ്റ് പറഞ്ഞിട്ടില്ല. എന്താണ് സോഫിറ്റ്? ഇന്നർ സർഫസ്, അതായത് ഉള്ളിലുള്ള സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഫിറ്റ് എന്ന് പറയാം. ആ കർവ്ഡ് ആയിട്ട് വരുന്ന സർഫസ്. അതുപോലെ എക്സ്ട്രഡോസ് എന്താ? ഔട്ടർ കർവ് ഓഫ് എൻ ആർച്ച്. ഔട്ടർ കർവിനാണ് എക്സ്ട്രഡോസ് എന്ന് പറയുക. വൗസോയർ എന്താ? വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് ഓഫ് മേസൺറി. വെഡ്ജ് ഷേപ്പിൽ നമ്മൾ വയ്ക്കുന്ന മേസൺറി യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വൗസോയർ. ക്രൗൺ എന്താ? ഹയസ്റ്റ് പാർട്ട് ഓഫ് എക്സ്ട്രഡോസ്. എക്സ്ട്രഡോസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ, അതായത് കീ സ്റ്റോണിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനായിരിക്കും ക്രൗൺ ആയിട്ട് വരിക. അപ്പോൾ കീ എന്താണ്? വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് ഫിക്സഡ് അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആർച്ച്. ആർച്ചിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വയ്ക്കുന്ന വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ മേസൺറിനാണ് നമ്മൾ എന്ത് പറയുക? കീ എന്ന് പറയുക, അല്ലെങ്കിൽ കീ സ്റ്റോൺ എന്ന് പറയാം. സ്പാൻഡ്രിൽ എന്താണ്? നമ്മൾ പറഞ്ഞു കർവ്ഡ് ട്രയാങ്കുലർ സ്പേസ് ആണ് ഫോംഡ് ബിറ്റ്വീൻ, എങ്ങനെ ഫോം ചെയ്യുന്ന? എക്സ്ട്രഡോസും അതുപോലെ തന്നെ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദി ക്രൗണിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈനും എക്സ്ട്രഡോസും കൂടി മീറ്റ് ചെയ്യുമ്പോൾ
അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ പോർഷനാണ് നമ്മൾ എന്ത് പറയുക, സ്പാൻഡ്രിൽ എന്ന് പറയുക. സ്ക്യൂ ബാക്ക് എന്താണ്? ഇൻക്ലൈൻഡ് സ്പ്ലേഡ് സർഫസ് ഓൺ ദി അബട്ട്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ദി ആർച്ച്. അബട്ട്മെൻറ്റിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആർച്ചിനെ അല്ലെങ്കിൽ ആ കർവ്ഡ് ആയിട്ട് വരുന്ന മേസൺറി യൂണിറ്റിനെ മൊത്തം റിസീവ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? സ്ക്യൂ ബാക്ക് ആണ്. അടുത്തത് ഹൗച്ച് എന്താണ്? ലോവർ ഹാഫ് ഓഫ് ദി ആർച്ചിൻ്റെ ലോവർ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുക? ഹൗച്ച് എന്ന് പറയാം. പിന്നെ സ്പാൻ എന്താണ്? എന്താ സ്പാൻ എന്നല്ല പറഞ്ഞേ? അതായത് ഓപ്പണിംഗ് സ്പേസ്, അതായത് രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പാൻ എന്ന് പറയാം. റൈസ് നമ്മൾ പറഞ്ഞു. എന്താണ് റൈസ്? ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇൻട്രഡോസ് ആൻഡ് ദി സ്പ്രിംഗിങ് ലൈൻ. സ്പ്രിംഗിങ് ലൈനും ഇൻട്രഡോസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈസ് എന്ന് പറയാം. ഡെപ്ത് എന്താണ്? ഒരു ആർച്ചിൻ്റെ ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്ത് എന്ന് പറയുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇന്നലെ അത്ര വരെയാണ് എടുത്തത്. അടുത്തെന്താണ്? ക്ലാസിഫിക്കേഷൻസ് ആണ്. ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്? നോക്കിയേ. അക്കോർഡിംഗ് ടു ഷേപ്പ് എന്നാണ് കേട്ടോ. ഈ അവിടെ മിസ്സായതാണ്. അക്കോർഡിംഗ് ടു ഷേപ്പ്. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത് എങ്ങനെയായിരിക്കും? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇതിൽ ഒക്കെ ഷേപ്പ് വെച്ചിട്ട് വരുന്നത് തന്നെയാണ്. എന്താണ് ഫസ്റ്റത്തെ? ഫ്ലാറ്റ് ആർച്ച്. എന്തായിരിക്കും ഫ്ലാറ്റ് ആർച്ച്? അതായത് ഒരു കർവ്ഡ് ആയിരിക്കില്ല. എന്ത് ഫേസ് ആയിരിക്കും വരിക? ഫ്ലാറ്റ് ആയിരിക്കും. നോക്കിയേ, ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് എന്ത്? ഫ്ലാറ്റ് ആർച്ച്. കണ്ടോ? ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ അതിന് പാരലലായിട്ട് വരുന്നതും എന്തായിരിക്കും? ഇൻട്രഡോസും എക്സ്ട്രഡോസും എന്തായിരിക്കും ഷേപ്പ്? കർവ്ഡ് ഷേപ്പ് ആയിരിക്കില്ല. എന്ത് ഷേപ്പ് ആയിരിക്കും വരിക? ഫ്ലാറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? എന്താണ് ഫ്ലാറ്റ് എന്ന് പറയാനുള്ള കാരണം? ഇൻട്രഡോസും എക്സ്ട്രഡോസും എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അവിടെ ഒരു കർവ്ഡ് ഫേസ് ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആംഗിള്, അതായത് ആർച്ചിനെ റിസീവ് ചെയ്യുന്ന ഇവിടുത്തെ സ്ക്യൂ ബാക്കിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇതൊക്കെ നമുക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കാനുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ആർച്ചിൽ ഡീറ്റെയിൽഡിങ് ആയിട്ട് വരയ്ക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഡ്രോയിങ്ങിൻ്റെ സമയത്തൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ്? സ്ക്യൂ ബാക്കിൽ വരുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇതാണ് എന്ത്? ഫ്ലാറ്റ് ആർച്ച്. ഇതെന്തായിരിക്കും? അബട്ട്മെൻ്റ് ആയിരിക്കും അല്ലേ? സപ്പോർട്ടിങ് വരുന്നത് അബട്ട്മെൻ്റ് ആയിരിക്കും. അതുപോലെ ഇവിടെ ഇൻട്രഡോസ് ഉണ്ട്, ഇവിടെ എക്സ്ട്രഡോസ് ഉണ്ട്. ഇതിൽ വരുന്ന മേസൺറി. ഇതിൻ്റെ സെൻട്രലായിട്ട് എന്തുണ്ട്? നോർമലി എല്ലാം ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ കീ സ്റ്റോണിൻ്റെ പൊസിഷൻ അവിടെ ശരിക്കും കാണാൻ പറ്റില്ല. അതായത് ഹൈറ്റിലുള്ളത് കാണാൻ പറ്റില്ല. സെൻറ്ററിൽ വരുന്ന സ്റ്റോണാണ് എന്ത്? കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലാറ്റ് ആർച്ച്. അതായത് ഇൻട്രഡോസും ഫ്ലാറ്റ് ആയിരിക്കും, എക്സ്ട്രഡോസും ഫ്ലാറ്റ് ആയിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുക, ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ എന്താണ്? അബട്ട്മെൻറ്റ് അതുപോലെ തന്നെ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ എത്രയായിരിക്കും?
നമ്മൾ പറഞ്ഞു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് എന്ത് ആർച്ച് വന്ന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആർച്ചിനെ റിസീവ് ചെയ്യുന്നത് സ്ക്യൂ ബാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയാണ് ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസിൻ്റെ? 60 ഡിഗ്രി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നമ്മൾ ഇതുപോലെ കർവ്ഡ് വരാത്ത, നമ്മളിപ്പോൾ ഓപ്പൺ കിച്ചൺ കാണുന്നില്ലേ? ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ബീം കൊടുക്കുന്നതിന് പകരം നമുക്ക് ആർച്ച് കൊടുക്കുമ്പോൾ ചെറിയ സ്പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം. അതായത് കർവ്ഡ് വേണ്ടാത്ത പൊസിഷനിൽ നമുക്ക് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. നമ്മൾ ലിൻഡിൽ കൊടുക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എക്സ്ട്രാ ബീം കൊടുക്കുന്ന പോലെ തന്നെ ആർച്ച് കൊടുക്കാം. ആംഗിൾ 60 വേണം, അല്ലെങ്കിൽ ലോഡ് എടുക്കില്ല. അതായത് ആ മെയ്സൺറി ഇരിക്കുന്നത് നോക്കിയേ. നമുക്ക് എങ്ങനെയാണ് ബ്രിക്ക് അങ്ങനെ 90 ഡിഗ്രിയിൽ മേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ബ്രിക്കിന് കൂടുതൽ ലോഡ് വരും. അതായത് ഒരു ആർച്ച് മാത്രമാണ് നമ്മളവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബ്രിക്കാണ് നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ള ലോഡ് മൊത്തം എന്തിലേക്ക് വരും? ആ ബ്രിക്കിലേക്കാണ് വരിക, അല്ലേ? രൂപപ്പെടും. അതിനെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാറാണ് പതിവ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ റോഡ് മുകളിൽ കൂടെ പോണ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് നോക്കിയേ, സെഗ്മെന്റൽ ആർച്ച്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സെഗ്മെന്റൽ ആർച്ചാണ്. ഓരോ സെഗ്മെന്റ്സ് വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന മെയ്സൺറി യൂണിറ്റിന് ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ബൗസോയർ നമ്മൾ പറഞ്ഞു അല്ലേ? ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനാണ് എന്ത് പറയുക? സെഗ്മെന്റൽ ആർച്ച്. നമുക്ക് ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെന്റൽ ആർച്ച്, അതുപോലെ സെമി സർക്കുലർ ആർച്ച്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നോക്കിയേ, നമ്മളിവിടെ ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ കുറച്ച് പാർട്സ് ആയിട്ട് ഇവിടെ എലമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുള്ളതും. സെഗ്മെന്റൽ ആർച്ച് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മ വയ്ക്കേണ്ട ഒന്നാണ് ഫ്ലാറ്റ് ആർച്ചും അതുപോലെ സെഗ്മെന്റൽ ആർച്ചും സെമി സർക്കുലർ ആർച്ചും. നമ്മൾ പറഞ്ഞതാണ്. അടുത്ത എന്താണ് വരുന്നത്? സെമി സർക്കുലർ ആർച്ച്. എന്താണ് സെമി സർക്കുലർ എന്ന് പറയുമ്പോൾ? എത്രയായിരിക്കും? സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ആണ് വരിക. സെമി സർക്കുലർ ആകുമ്പോൾ അതിൻ്റെ പകുതിയിൽ വരുന്നു എന്നുള്ളൊരു മീനിങ് ചെയ്യുന്നുള്ളൂ. നോക്കിയാൽ ഒരു സർക്കിളിൻ്റെ പകുതി കണ്ടോ? കറക്റ്റ് സർക്കിളിൻ്റെ പകുതി ഒരു സെമി സർക്കിളായിട്ട് അവിടെ ആർച്ച് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഷേപ്പ് എന്താണ്? സർക്കിളിൻ്റെ പകുതി സെമി സർക്കിളായിരിക്കും. അടുത്ത ടൈപ്പ് നോക്കിയേ, ഏതാണ്? സെമി സർക്കിൾ കഴിഞ്ഞ ബുൾസ് ഐ. എന്താണ് ബുൾസ് ഐ എന്ന് പറഞ്ഞാൽ? എന്താ ഐ, അതായത് ഉരുണ്ടിട്ടുള്ള ഐ, അതായത് കറക്റ്റ് റൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? വോളിൽ നമ്മൾ ഈ ബുൾസൈ ആർച്ച് കൊടുക്കും ഇല്ലേ? ഒരു സർക്കുലർ ആയിട്ടുള്ള ഓപ്പണിങ് വരാനായിട്ട്. കണ്ടോ? അതായത് ഇതിൽ നമ്മൾ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
അങ്ങനെയുള്ള ആർച്ചുകൾ കണ്ടിട്ടില്ലേ? റിങ് വാർത്ത് വെക്കുന്ന ആൾക്കാർ ആ, നോർമലി അങ്ങനെയും ചെയ്യാം. അതായത് റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർച്ച് തന്നെയാണ്, അത് കോൺക്രീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പണ്ടത്തെ ബ്രിക്ക് വീടിനൊക്കെ ചെയ്യും. ആ, അതായത് പറഞ്ഞത് ശരിയാണ്, കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നു, അതുപോലെ സ്റ്റോണുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു, ബ്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു. ആ ചെയ്യുന്ന മെറ്റീരിയലിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. സംഭവം എന്താണ്? ആർച്ചാണ്. അതായത് ഒരു ഫുൾ സെമി സർക്കിൾ പറയുന്നത് പോലെ തന്നെ ഒരു സർക്കുലർ ആയിട്ടുള്ള ആർച്ച് എന്ന് നമുക്ക് പറയാം അല്ലേ? സർക്കുലർ ആയിട്ടുള്ള ആർച്ച്, അതായത് നേരത്തെ നമ്മൾ സെമി സർക്കിൾ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സർക്കുലാർ ആർച്ച് എന്നും പറയാം കേട്ടോ. സർക്കുലാർ ഷേപ്പ് ആയതുകൊണ്ട്. അടുത്തത് എന്താണ്? ഇൻവേർട്ടഡ് ആർച്ച്. എന്താണ് ഇൻവേർട്ടഡ് ആർച്ച്? തല തിരിയും അല്ലേ? ഇൻവേർട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല തിരിയും. ഇങ്ങനത്തെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? അതായത് രണ്ട് സപ്പോർട്ടുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ കർവ്ഡ് ആയിട്ട് കൊടുക്കുന്നു, താഴെ കർവ്ഡ് ആയിട്ടുള്ളൊരു സ്പേസിങ് കൊടുക്കുന്നു. അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളതാണല്ലോ. കണ്ടോ? ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തേക്കണം നോക്കിയേ. ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ? താഴെയാണ് എന്ത് വരിക? ഇൻവേർട്ടഡ് ആർച്ച്. ആ, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആർച്ചുകളൊക്കെ ഒരുവിധം സ്ട്രക്ചറുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോയിന്റുകളാണ്. അടുത്ത നോക്കിയേ, ഓഗി ആർച്ച്. എന്താണ് ഓഗി ആർച്ച്? എന്താ ഈ ആർച്ച് കണ്ടിട്ടുണ്ടോ? അതായത് കൂടുതൽ എവിടെയാ? പള്ളികളിലൊക്കെ. ആ, ആ, പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഷേപ്പ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഓഗി ആർച്ച്. നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത് സിലബസിൽ തന്നിട്ടുള്ളത് ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ചാണ്. ആദ്യത്തെ ഈ 3 മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഒരു 3 ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ആർച്ചിനെ കുറിച്ച് നോട്ട് ചെയ്താനോ അല്ലെങ്കിൽ ആർച്ചിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വയ്ക്കുമ്പോൾ അതും കൂടി പഠിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ ശരിക്കും ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഇതാണ് ടൈപ്സിൽ അക്കോർഡിംഗ് ടു ഷേപ്പിൽ വരുന്നത്. ഷേപ്പിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെയാണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ഷേപ്പിൽ ഏതൊക്കെയാണ്? ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ പഠിച്ചു വയ്ക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് പഠിക്കാം കേട്ടോ. എന്താണ്? ബുൾസ് ഐ ആർച്ച്, ഇൻവേർട്ടഡ് ആർച്ച്, ഓഗി ആർച്ച്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്? അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, എത്ര സെൻറ്ററുകൾ ആ ആർച്ചിനുണ്ട് അതനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കിയാൽ 1 സെൻറ്റേർഡ്, 2 സെൻറ്റേർഡ്, 3 സെൻറ്റേർഡ്, 4 സെൻറ്റേർഡ് ആൻഡ് 5 സെൻറ്റേർഡ് ആർച്ച്. 5 എണ്ണാണുള്ളത്. 5 സെൻറ്ററുകളുള്ള 5 ആർച്ചുകൾ. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 1 സെൻറ്റേർഡ്, 2 സെൻറ്റേർഡ്, 3 സെൻറ്റേർഡ്, 4 സെൻറ്റേർഡ് ആൻഡ് 5 സെൻറ്റേർഡ് ആർച്ച്. ഷേപ്പ് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ അല്ലെങ്കിൽ എത്രയൊക്കെ സെൻറ്ററുകൾ ആ ആർച്ചിനുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ.
ഇതിൽ 1 സെൻറ്റേർഡ് കാണിച്ചിട്ടില്ല. 1 സെൻറ്റേർഡ് എന്താണ്? ബുൾസൈ. ബുൾസൈക്ക് എന്താണ്? ഒരു സെൻറ്ററേ ഉള്ളൂ അല്ലേ? ബുൾസൈക്ക് എത്ര സെൻറ്ററാ? ഒരു സെൻറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്? സെമി സർക്കുലർ ആർച്ച്, അതിനും ഒരു സെൻറ്ററേ ഉള്ളൂ. അപ്പോൾ 1 സെൻറ്റേർഡ് ആയിട്ടുള്ള ആർച്ചിന് എക്സാമ്പിൾസ് എന്താണ്? ബുൾസൈ ആർച്ചും അതുപോലെ തന്നെ സെമി സർക്കുലർ ആർച്ചും. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ അറിയാം. അതുപോലെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് എന്താണ്? ഒരു സെൻറ്ററേ ഉള്ളൂ, സർക്കുലർ ആയിട്ടുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ സെമി സർക്കുലർ ആർച്ചിനും എന്താണ്? സർക്കിളിൻ്റെ പകുതിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൻറ്ററേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതിൽ വേറൊരു അഡീഷണൽ കാണിച്ചിട്ടുണ്ട്, ഹോഴ്സ് ഷൂ ട്ടോ. അതായത് ഹോഴ്സിൻ്റെ കുതിരയുടെ ഷൂ, അല്ലെങ്കിൽ ഒരു കുതിരയുടെ കുളമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ഷേപ്പ്. അത് ശരിക്കും സെമി സർക്കുലർ അല്ല. കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. ഒരിക്കലും സെമി സർക്കുലർ അല്ല കേട്ടോ. ഇങ്ങനൊരു ഫിഗർ കിട്ടിയതുകൊണ്ട് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോഴ്സ് ഷൂവും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ? അതായത് കുതിരയുടെ കുളമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ഷേപ്പിലുള്ള ആർച്ച്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ഇപ്പോൾ 1 സെൻറ്റേർഡ് നമ്മൾ പറഞ്ഞു, ബുൾസൈയും അതുപോലെ സെമി സർക്കുലർ ആർച്ചും 1 സെൻറ്റേർഡിന് എക്സാമ്പിൾ. അതുപോലെ നോക്കിയാൽ ഇതാണ് 2 സെൻറ്റേർഡ് ആർച്ച്, ഫസ്റ്റത്തെ കേട്ടോ. ഇതാണ് 2 സെൻറ്റേർഡ്. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ സെൻറ്ററുകൾ വരിക? ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും അല്ലേ? അതായത് എ പോയിൻറ്റും ബി പോയിൻറ്റും. ക്ലിയർ ആയോ? ആ, അതായത് ആദ്യം എ പോയിന്റിലാണ് നമ്മൾ ഇപ്പോൾ ഒരു കോമ്പസ് എടുത്ത് ഇത് വരയ്ക്കുകയാണെങ്കിൽ എ പോയിന്റിൽ നമ്മൾ കോമ്പസ് കുത്തും. ബിയിൽ നിന്ന് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും. അതുപോലെ തന്നെ ബി സെൻറ്ററാക്കി കോമ്പസ് കുത്തും. എയിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു 60 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നോർമലി കൊടുക്കുക നമ്മൾ 80 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും ഓപ്പണിങ് കൊടുക്കുന്നത്. ഇപ്പം എങ്ങനെയാ? ഇവിടെ കുത്തും. ആദ്യം ഒരു സ്പാൻ നമ്മൾ വരയ്ക്കും. എ ബി എന്നായിരിക്കും പേര് സ്പാൻ്റെ, അല്ലെങ്കിൽ സ്പ്രിങ്ങിങ് ലൈൻ. ആദ്യം എയിൽ കുത്തും, ബിയിൽ നിന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും. പിന്നെന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, എക്സ്ട്രാഡോസിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അവിടെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യും, ഇവിടെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യും. എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലെ തന്നെ വരയ്ക്കും. നമ്മൾ 2 സെൻറ്ററുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആർച്ച് വരയ്ക്കുന്നത്. കണ്ടിട്ടുള്ളതല്ലേ ഈ ഷേപ്പിലുള്ള ആർച്ച്? ആ, കോമൺലി ഒരുവിധം എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. വളരെ റയറായിട്ട് വരുന്ന ടൈപ്പ് ഒന്നുമല്ല. ഓക്കെ, ഓഗി അല്ല. ഓഗി ആർച്ച് നോക്കിയേ, ഓഗി ആർച്ചിന്റെ ഷേപ്പ് നോക്കിയേ, ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ഇവിടെ ഒരു കർവ്ഡ് പോർഷൻ വരുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു കർവ്ഡ് പോർഷൻ കണ്ടോ, ഇങ്ങനെ ഒരു എൻഡിങ് വരുന്നുണ്ട്. മറ്റേ ആർച്ചിന് അങ്ങനെ ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കണ്ടോ? കണ്ടോ? ആ, കർവുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 സെൻറ്റേർഡ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ 2 സെൻറ്റേർഡ്? ഇപ്പോൾ ഷേപ്പുകളുടെ ഇതിൽ നമുക്ക് ഈ 5 സെൻറ്ററുകൾ വരുന്ന ആർച്ചുകൾ നമുക്ക് വരയ്ക്കാനുണ്ട് കേട്ടോ.
നമ്മൾ പറഞ്ഞു ഷേപ്പ് അനുസരിച്ച് 3 എണ്ണമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെൻറ്റേഴ്സ് നോക്കുമ്പോൾ 5 ആർച്ച് നമുക്ക് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. 2 സെൻറ്റേർഡ് ആർച്ച് നമ്മൾ പറഞ്ഞു. സ്പാൻ വരയ്ക്കണു. എയും ബി എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. അതായത് സ്പാനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ആണ് എയും ബി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കർവുകൾ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 2 സെൻറ്റേർഡ് ആർച്ച്. നോക്കിയേ, അടുത്തത് 3 സെൻറ്റേർഡ് ആർച്ച്. ഇതിൽ 3 സെൻറ്റേർഡ് ആർച്ച് വരുന്നത്. ഇതിലെ സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഒന്ന് ഇതായിരിക്കും, ഒന്ന് ഇതായിരിക്കും, ഒന്ന് ഇതാണ്. ആണ്ടോ? ഇനി ഇതിൽ ഇതാണ് ഒരു സെൻറ്റർ എന്ന് പറഞ്ഞു. ഈ സെൻറ്ററിൽ കുത്തി, അതായത് 2 എന്ന് പറഞ്ഞ സെൻറ്ററിൽ കുത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആദ്യത്തെ ആർക്ക് കട്ട് ചെയ്യുക. കണ്ടോ? അതായത് എ തൊട്ട് ഇവിടം വരെയുള്ള പോർഷൻ കണ്ടോ? അടുത്തത് ഇതാണ്, 1 എന്ന് പറഞ്ഞ സെൻറ്ററാണ്. അവിടെ കുത്തിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ബാക്കി ഇവിടം വരെയുള്ള പോയിന്റ് വരയ്ക്കുന്നത്. കണ്ടോ? അടുത്ത എന്താണ്? ഈ 3 എന്ന് പറഞ്ഞ സെൻറ്റർ. ഈ 3 എന്ന് പറഞ്ഞ സെൻറ്ററിൽ നിന്നായിരിക്കും ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഈ 3 സെൻറ്ററുകൾ ഉപയോഗിച്ച് 3 പോർഷൻസാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്. അതിലിപ്പോൾ A2 എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എ ബി കേട്ടോ. 2 സെൻറ്ററുകളാണ്. എ ബി എന്ന് പറഞ്ഞതാണ് ഇത് ഡിസ്റ്റൻസ്. അതുപോലെ സിയും ഡിയും. അതെങ്ങനെയാണ് കിട്ടുന്നത്? എ ബി സി ഡി സി ഈക്വൽ ടു 1/6 ഓഫ് സ്പാനിനെ 6 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് എന്ത്? എ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പാനിനെ 6 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് എന്ത്? സി ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 3 സെൻറ്റേർഡ് ആർച്ച് നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്ക് ഇപ്പോൾ 80 സെൻറ്റിമീറ്റർ ആണ് തന്നേക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ ബിയും സി ഡിയും കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ 8 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്പാൻ വരയ്ക്കും അല്ലേ? അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റർ, അതായത് സ്കെയിൽ ചെയ്തിട്ട് 8 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അതുപോലെ ഇത് എ ആണ്, ഇത് ഡി ആണ്. എ ബി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 80 എന്ന് പറയുമ്പോൾ 80 നമ്മൾ 6 ഭാഗമാക്കും. എത്ര വരും? എത്ര വരും? പറയൂ. 18 6 ഭാഗമാക്കി കഴിഞ്ഞാൽ എത്ര വരും? 13.33. ആ 13.33 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ബി ആയിട്ട് വരയ്ക്കുക അല്ലേ? അതായത് എ ബി ഈക്വൽ ടു 13.33. അതുപോലെ സിയും നമ്മൾ മാർക്ക് ചെയ്യും. എത്രയായിരിക്കും? സി ഡി ഈക്വൽ ടു 13.33. അപ്പം നമുക്കത് കിട്ടി അല്ലേ? ആ, ഇനി എന്ത് ചെയ്യും? ആർച്ച് വരയ്ക്കുക. പറഞ്ഞ പോലെ 3 സെൻറ്ററുകൾ ഉപയോഗിച്ച് ആർച്ച് വരയ്ക്കുക. നമ്മൾ ഡ്രോയിങ്ങിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഡൗട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത് പറഞ്ഞു തരുന്നത്. ഓക്കെ. റൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ ക്വസ്റ്റ്യനിൽ തരിക സ്പാൻ തരും, അതുപോലെ ഡെപ്ത് അവർ പറഞ്ഞു തരും. ഡെപ്ത് ശരിക്കും നമുക്ക് ആവശ്യമില്ല. അതുപോലെ എക്സ്ട്രാ ഡോസും ഇൻട്രഡോസും നമ്മളുടെ ഡിസ്റ്റൻസ് തരും, റൈസ് തരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തരും ക്വസ്റ്റ്യനിൽ, ഡാറ്റ ആയിട്ട് തരും. അത് ഉപയോഗിച്ച് വേണം നമ്മളോട് ആർച്ച് വരയ്ക്കാൻ പറയാം. അവർ തരുന്ന ഡാറ്റ അനുസരിച്ച് വേണം വരയ്ക്കാൻ. ചിലപ്പോൾ 80 തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 1 മീറ്ററൊക്കെ തരും. അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് നമ്മൾ ഡ്രോയിങ് വരയ്ക്കും. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അതിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് റൈസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, സ്പാൻ എവിടെ വരയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ.
അപ്പോൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു 1-2 എണ്ണമൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് റീഡിങ്, ഏത് വാല്യൂ, ഏത് ഡാറ്റ തന്നാലും അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഒരു കേപ്പബിൾ ആവും നമ്മൾ. ഓക്കെ, 1 മീറ്റർ സ്പാൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ മില്ലിമീറ്ററിലല്ലേ അത് വരയ്ക്കുക അല്ലേ? അത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ നെറ്റ് പോയോ, 1 മീറ്റർ 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്റർ. അതായത് ബാക്കിയൊക്കെ നമുക്ക് ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും തരിക, അല്ലെങ്കിൽ MM-ലായിരിക്കും തരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് ഏത് വാല്യൂവിലാണെന്ന് നോക്കുക. ഇപ്പോൾ മീറ്റർ ആണെങ്കിൽ ആ മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് വയ്ക്കുക, അതായത് 100. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 100 സെൻറ്റിമീറ്ററൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ സ്കെയിൽ ചെയ്ത് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും നമ്മൾ, അല്ലേ? റെഡ്യൂസ്ഡ് സ്കെയിലിലേക്ക് മാറ്റും. ഇപ്പോൾ 1:10 ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, 1:10 ചെയ്താൽ മതി. അതായത് 10 കൊണ്ട് ഡിവൈഡഡ് ബൈ ചെയ്യുക. 1:, എവിടെ നിന്നോ നല്ല നോയ്സ് വരുന്നു. എൻ്റെ ആണോ? 1:10 എക്കോ വരുന്നുണ്ടല്ലേ? പോയോ? ആ, അപ്പോൾ 1:10 സ്കെയിൽ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസിനും നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കിട്ടും. ഇപ്പോൾ 100 ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 10 ആയിരിക്കും കിട്ടുക. അപ്പോൾ സ്പാൻ നമുക്ക് 10 സെൻറ്റിമീറ്ററിൽ വരച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ പഠിക്കാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഫുൾ സ്കെയിലിൽ വരയ്ക്കും, അതുപോലെ റെഡ്യൂസ്ഡ് സ്കെയിലിൽ വരയ്ക്കും, അതുപോലെ എൻലാർജ്ഡ് സ്കെയിലിൽ വരയ്ക്കും. നമ്മൾ നോർമലി ഇപ്പോൾ ഷീറ്റിൽ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്കെയിലാണ് വരയ്ക്കുക? റെഡ്യൂസ്ഡ് സ്കെയിലാണ് വരയ്ക്കുക കേട്ടോ. അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കെയിലിലെ റീഡിങ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോയിങ്സ് വരയ്ക്കുക. ആർച്ചൊക്കെ ആകുമ്പോൾ 1:10 അതൊക്കെ മതിയാവും, സെൻറ്റിമീറ്റർ വാല്യൂസ് ആണെങ്കിൽ. അടുത്ത എന്താണ്? 4 സെൻറ്റേർഡ് ആർച്ച്. 1 പറഞ്ഞു, 2 പറഞ്ഞു, ആൻഡ് 3 പറഞ്ഞു. അടുത്ത എന്താണ്? ഒരു മിനിറ്റ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? എൻ്റെ ഫോണൊന്ന് ഓഫായി പോയി, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഫോണൊന്ന് ഓഫായി പോയി. എന്താ അറ്റൻഡൻസ് എടുക്കാറുണ്ട്? അപ്പോൾ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് ഡെയിലി. അതായത് നിങ്ങളുടെ അറ്റൻഡൻസ് ഡെയിലി ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു മാസം വരാത്തുണ്ടല്ലോ ഇപ്പൊ നോമ്പ് കാലത്തെ, അതൊക്കെ എന്താ ചെയ്യാ? ആബ്സെന്റാ? ഞാനതിന് നോർമലി ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ നമുക്ക് ആബ്സെൻ്റ് ഇടാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഓൾറെഡി ഈവനിങ് ബാച്ചിലാണ്. അറ്റൻഡൻസ് നമ്മൾ തീരെ വരാത്തവരും ഇപ്പോൾ തീരെ ഓഫ്ലൈൻ ക്ലാസ്സിനൊന്നും കാണാത്തവർക്കാണ് നമ്മൾ അറ്റൻഡൻസ് അങ്ങനെ കുറവ് മാർക്ക് ചെയ്യുക. റെഗുലറായിട്ട് കയറുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഒരാഴ്ചയോളം കയറാൻ പറ്റാത്തവർ. ഇപ്പോൾ നോമ്പായിട്ട് കുറേ പേര് അതുപോലെ 1 മാസം കയറാതിരുന്നിട്ടുണ്ട്. നമ്മൾ അറ്റൻഡൻസ് കൊടുത്തരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ.